ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രമീസ് ഫുഡ് ആൻഡ് വ്ളോഗ്. ഇന്ന് ഞാനൊരു മിക്കി മൗസ് കേക്കായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. ഇതിനു മുമ്പ് എൻ്റെ ക്യാറ്റിൻ്റെ ബർത്ത്ഡേ വീഡിയോയിൽ നിങ്ങൾ ഈ കേക്ക് കണ്ടു കാണും. കാണാത്തവരുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് മൈദ അരിച്ചെടുക്കാം. ഞാനിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വലിയ കേക്കാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ കേക്കാണ് വേണ്ടതെങ്കിൽ 1 കപ്പ് മൈദ കൊണ്ട് ഉണ്ടാക്കാവുന്നതാണ്. ബാക്കി ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നേർപകുതി ചേർത്താൽ മതി. ഈ 2 കപ്പ് മൈദയിൽ നിന്ന് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ എടുത്ത് മാറ്റിയ ശേഷം 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പാൽപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായി അരിച്ചെടുത്ത ശേഷം മാറ്റിവെക്കാം. ഇനി നമുക്ക് മുട്ടയുടെ വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആക്കി എടുക്കാം. ഞാനിവിടെ 6 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ആദ്യം എഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായി ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് നേരത്തെ മാറ്റിവെച്ച മുട്ടയുടെ മഞ്ഞ ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായി ബീറ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് വീണ്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും 1/2 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായി ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റും കൂടെ ചേർത്ത് ഫോൾഡ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് കേക്ക് ടീനിലോട്ട് മാറ്റി ടാപ്പ് ചെയ്ത ശേഷം പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് 180 ഡിഗ്രിയിൽ 45 മുതൽ 50 മിനിറ്റ് വരെ വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ടോട്ടൽ 2 കേക്ക് ഇതുപോലെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന് മിക്കി മൗസിൻ്റെ ചെവിയുടെ പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ചൂടാറിയ ശേഷം ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആദ്യം കേക്കിൻ്റെ മുകൾ ഭാഗം വെട്ടിയെടുത്തൊന്ന് ലെവലാക്കിയ ശേഷം ചെവിയുടെ ഭാഗത്ത് വെക്കാൻ വേണ്ടി റൗണ്ട് ഷേപ്പിൽ കേക്ക് കട്ട് ചെയ്തെടുക്കാം. അതിനായി ഒരു റൗണ്ട് ഷേപ്പിലുള്ള ബൗൾ എടുത്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി കേക്ക് ലെയറായി എടുത്ത ശേഷം ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായി വെറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഞാൻ ഈ വലിയ പീസും 2 ലെയറായി കട്ട് ചെയ്ത് ഷുഗർ സിറപ്പ് ഒഴിച്ച് വെറ്റ് ചെയ്ത ശേഷം ലെയേഴ്സിൻ്റെ ഇടയിൽ ക്രീം വെച്ചിട്ടുണ്ട്. ഇനി മുകൾ ഭാഗവും ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്ത ശേഷം അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. ക്രം കോട്ടിംഗ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത ശേഷം ആദ്യത്തെ ചെറിയ പീസ് എടുത്ത് ചെവിയുടെ ഭാഗത്തായി വെച്ച് കൊടുക്കാം. അതിനു മുമ്പ് അതിൽ നിന്നൊരു ചെറിയ പീസ് കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കാം. ഇനി രണ്ടാമത്തെ പീസും ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. ഞാനിത് ജോയിൻ ചെയ്ത് വെച്ച സ്ഥലത്ത് കുറച്ച് ക്രീം വെച്ച് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്ത് വെക്കണം.
അതുപോലെ തന്നെ റെഡ് കളറിന് വേണ്ടി വിപ്പിംഗ് ക്രീമിലേക്ക് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ച് മിക്കി മൗസിൻ്റെ കണ്ണും മൂക്കും ഒക്കെ വരച്ചെടുക്കാം. ഇനി ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് റെഡ് കളർ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത ശേഷം മുകൾ ഭാഗത്തും സൈഡിലും ഇതുപോലെ റെഡ് കളർ കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ടൂത്ത് പിക്ക് കൊണ്ട് വരച്ചതിൻ്റെ മുകളിൽ കൂടി വരച്ചു കൊടുക്കാം. മൂക്കിൻ്റെ ഭാഗത്ത് ഇതുപോലെ ചോക്ലേറ്റ് കൊണ്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ചുണ്ടിൻ്റെ ഭാഗത്ത് റെഡ് കളർ ഫില്ല് ചെയ്യാം. ഇതുപോലെ ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് എല്ലാ ഭാഗത്തും ഫില്ല് ചെയ്ത് കൊടുക്കാം. സൈഡിൽ ബോർഡറായിട്ട് റെഡ് കളർ തന്നെ കൊടുക്കാം. ഇനി കണ്ണിൻ്റെ ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗത്തെല്ലാം സെയിം നോസിൽ വെച്ച് തന്നെ വൈറ്റ് കളർ കൊടുക്കാം. ഇനി നേരത്തെ ചോക്ലേറ്റ് കൊണ്ട് വരച്ചെടുത്ത ഈ ബോർഡർ ഒന്ന് കട്ടിയായി വരച്ചെടുക്കാം. മിക്കി മൗസ് കേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും മറ്റൊരു റെസിപ്പിയായി വരുന്നവരേക്കും ബൈ, ടേക്ക് കെയർ.